നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അൻസുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഞാനിവിടെ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. വേറെ എവിടേക്കുമല്ല, തൊട്ടടുത്തുള്ള നമ്മുടെ പറമ്പിലേക്ക് പോകാനാണ് കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ പറമ്പിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ പറമ്പിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അച്ഛമ്മയും കൂടെ വൈകുന്നേരത്തെ ചായയൊക്കെ കൊണ്ട്, പണിക്കാരും ഉണ്ട്, അപ്പോൾ പണിക്കാർക്കുള്ള ചായയൊക്കെ കൊണ്ട് പറമ്പിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ. അപ്പോൾ അച്ഛനും ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഇന്ന് കവുങ്ങിന് കുറച്ച് തടെടുക്കലും പരിപാടിയൊക്കെയാണ്. കാരണം മഴക്കാലത്ത് പുല്ലൊക്കെ വെട്ടി തടമൊക്കെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണല്ലോ വെള്ളമൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ കാണിക്കുന്നത് എന്താണെന്നറിയാം, പോണ വഴിക്കുള്ള കുറച്ച് മുല്ലച്ചെടീൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഇവിടെ ഒരുപാട് മുല്ലുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നൊസ്റ്റു ഏരിയ ആണ് കേട്ടോ. പണ്ട് ചെറുതായിരുന്നപ്പം ഈ ഭാഗത്ത് ഒരുപാട് മുല്ലമുട്ടും മുല്ലപ്പൂവൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാനത് പറിക്കാനായിട്ട് വരലുണ്ടായിരുന്നു. എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ മുല്ലപ്പൂവും അതിൻ്റെ മണവും. മാല കെട്ടി തലയിൽ ചൂടാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഇപ്പം അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അന്ന് ഭയങ്കര ക്രേസായിരുന്നു ഈ മുല്ലപ്പൂവ് എന്ന് പറയുന്നത്. അപ്പം ഞാനതൊന്ന് നിങ്ങളെ കാണിച്ചു തന്നതാണ് ആ സ്ഥലം. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ ചായയും ചായക്കടിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അച്ചാച്ചനൊക്കെ ഭയങ്കര പണിയിലാണ് കേട്ടോ. ഒരു ഗംബൂട്ടൊക്കെ ഇട്ടിട്ട് പണി ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൈയൊക്കെ പിടിച്ചിട്ടുണ്ട് കയറാൻ നോക്കുകയാണ്, ഇല്ലേ വീണാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളെ വാഴയും കവുങ്ങും റബ്ബറും ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ പണിക്കാരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ചായ കൊടുക്കുകയാണ്. ആദ്യം നമ്മുടെ ഈ പറമ്പ് ഇങ്ങനെയായിരുന്നില്ല, ഫുള്ള് റബ്ബറായിരുന്നു. പിന്നെ താഴ്ഭാഗം കുറച്ച് ഒഴിച്ചിട്ടിട്ട് ഒരു വീടൊക്കെ വെക്കാൻ പറ്റുന്നൊരു ലെവലിലുള്ള കുറച്ച് സ്പേസ് ആയിട്ട് കിടക്കുകയായിരുന്നു. പിന്നീട് ആ റബ്ബറൊക്കെ ഷോൾഡർ കൊടുത്ത് നമ്മൾ മുറിച്ച് കളഞ്ഞപ്പം പിന്നെ പ്ലാറ്റ്ഫോം ഇട്ടിയപ്പോൾ എല്ലായിടും മുകളിൽ നിന്ന് താഴെ വരെ പ്ലാറ്റ്ഫോം ഇട്ടി ഇങ്ങനെ സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറേ വാഴക്കൊല വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു വാഴക്കൊല വെട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ടിഷ്യൂ കൾച്ചർ വാഴ, നേന്ത്രവാഴേൻ്റെ തന്നെ ടിഷ്യൂ കൾച്ചർ വാഴ വെച്ചത്. പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്നേരം ഞാൻ പറമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നല്ല വലിയ കൊലയായിരുന്നു. അപ്പോൾ അതിൻ്റെ 2-4 തൈ എന്തോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് മാറ്റി കുഴിച്ചിടണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കറുത്ത മണ്ണാണ് കേട്ടോ നമ്മുടെ പറമ്പിലുള്ളത്. ഈ മണ്ണ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല പച്ചക്കറികളൊക്കെ നട്ട് സെറ്റാക്കി എടുക്കാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങി പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. പിന്നെ ഇതിലിപ്പോൾ ഫുള്ളും കവുങ്ങൊക്കെ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി ഇപ്പോൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ അച്ചമ്മ ചായയും കൊണ്ട് പോകണ്ട് പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ ഒരു നടത്തവും ആകും, പറമ്പൊക്കെ ഒന്ന് കാണും ചെയ്യുക, പണിയെടുത്തതൊക്കെ എന്താണ് ചെയ്തതെന്നൊക്കെയുള്ള കാണും ചെയ്യുക, നിങ്ങളെയും കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോകുന്നതാണ്. ഒരുപാട് ദൂരമല്ല കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന്, കുറച്ച് ദൂരമേ ഉള്ളൂ. പിന്നെ എന്താ ഇപ്പോൾ പറയുക, ഇവിടെ ഒരു ചക്കയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ചക്കയൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ചക്ക എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന ചക്ക എന്നൊക്കെ പറഞ്ഞ് വെച്ചതാണ്. എന്തായാലും കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. അത് കണ്ടോ, പ്ലാവിൻ്റെ ചോട്ടിലാട്ടം ഉണ്ടായിട്ടുള്ളത് 3 ചക്കയുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം അതിലൊരെണ്ണം പഴുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുള്ള നല്ല വരിക്കച്ചക്കയാണ് കേട്ടോ. പക്ഷെ പഴുത്തത് കൊണ്ടുവന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ വീഡിയോ ഞാൻ അതിൻ്റെ മുന്നേ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ചക്ക പഴുത്തതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ചക്ക ഒരു 3 ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇടയ്ക്ക് ഓരോരോ പച്ചക്കറികളൊക്കെ ഉണ്ട്. അതേ വെണ്ടയൊക്കെ കുറച്ചൊക്കെ വലുപ്പമായി നിൽക്കുന്നുണ്ട്. അമ്മ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് മത്തനും കുമ്പളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതൊക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതവിടെ കുറേ മഞ്ഞളുണ്ടായിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്കുള്ള മഞ്ഞൾ എപ്പോഴും പറമ്പിൽ കൃഷി ചെയ്ത് അത് കളച്ചെടുത്ത് കഴുകി ഉണക്കി പൊടിച്ചെടുക്കാറാണ് കേട്ടോ. പുറത്തുനിന്ന് മഞ്ഞപ്പൊടി വാങ്ങലേ ഇല്ല. എല്ലാ വർഷവും നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാക്കണ മഞ്ഞളാണ് കേട്ടോ. നമ്മൾ മലാവിക്ക് കൊണ്ടുപോകുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അത് നമ്മുടെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് ക്ലോത്തൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളെ ബേബീൻ്റെ ഡിറ്റർജൻറ്റ് തന്നെ വാങ്ങാൻ കിട്ടും. ആ ഡിറ്റർജൻറ്റിൽ മുക്കിയിട്ട് നമ്മൾ ഉണങ്ങാൻ ഇട്ടേക്കുകയാണ്. അപ്പോൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നേരത്തെ ഒന്നും ക്ലോത്ത് വാങ്ങി വെക്കില്ല. പക്ഷേ ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും കുറച്ചൊക്കെ അത്യാവശ്യത്തിന് വേണ്ടതൊക്കെ നേരത്തെ വാങ്ങി അത് അലക്കിയിട്ടൊക്കെ എടുത്ത് വയ്ക്കും. കാരണം ഈ ക്ലോത്തൊക്കെ എന്ന് പറയുന്നത് പല കൈകളിലൂടെ പല മെഷീനിലൂടെ എന്താ പറയുക പൊടിയും എല്ലാം അടിച്ച് അങ്ങനെ വരുന്നതായിരിക്കും. അത് ഡയറക്റ്റ് തന്നെ നമ്മുടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നത് അത്ര സേഫ് അല്ല കേട്ടോ. കാരണം ഇൻഫെക്ഷൻസ് ഉണ്ടാകും, അലർജീസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും നേരത്തെ ഇച്ചിരി ക്ലോത്തൊക്കെ വാങ്ങി കഴുകി ഉണക്കി ഇതേപോലെ തേച്ച് എടുത്ത് വെക്കും കേട്ടോ. അതിലിപ്പോൾ 2 അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും. പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും ഇങ്ങനെ നേരത്തെ ഒന്നും ക്ലോത്ത് വാങ്ങി വെക്കരുതെന്ന്. പക്ഷേ ഞാൻ അതിനോട് എതിരാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ
നമ്മളെ ബേബിക്കുള്ളത് നമ്മൾ ഒരു കുറച്ച് ക്ലോത്തൊക്കെ വാങ്ങി തേച്ച് കഴുകി ഉണക്കി എടുത്ത് വെച്ചാൽ എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കമൻറ്റുകളൊക്കെ ഞാനിവിടെ നിരോധിച്ചിരിക്കുന്നു. അതായത് ഡ്രസ്സ് നേരത്തെ വാങ്ങാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നതിനോട് ഞാൻ എതിരാണ്. അപ്പോൾ അങ്ങനത്തെ കമൻറ്റുകളൊന്നും ഇടാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം ഞാൻ അതിനോട് എതിരാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലത്ത് എല്ലാവരും എല്ലാം സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പം ഒട്ടുമിക്ക ആൾക്കാരും കുറച്ചൊക്കെ നേരത്തെ സാധനങ്ങൾ വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം ഉണക്കിയിട്ട് തേച്ച് വെക്കണം. അമ്മെല്ലാം തേച്ച് റെഡിയാക്കി വെക്കുകയാണ്. ചിലപ്പോൾ ഈ വീഡിയോ വരുമ്പോഴത്തേക്കും നമ്മളെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. എങ്ങനെയാണെന്നറിയില്ല. കാരണം എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയം ഇരുന്ന് ചെയ്യണമല്ലോ. അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ കുറച്ച് ശ്വാസതടസ്സം പോലെയൊക്കെ വരും. അതുകൊണ്ട് ഞാൻ പതുക്കെ പതുക്കെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ വരുമ്പോഴത്തേക്കിനും ചിലപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും കേട്ടോ. ഇല്ലെങ്കിൽ നേരത്തെ ആയിരിക്കും വീഡിയോ വരിക. അപ്പോൾ ദേ വൈകുന്നേരം ഇപ്പോൾ കണ്ണമ്മോൻ ഇവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ പുറത്ത്. ആ പൂവിൻ്റെ ഇതളൊക്കെ പറിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും പൂവിൻ്റെ ഇതളൊന്നും പറിക്കാറില്ല. പക്ഷേ ഇടയ്ക്ക് തോന്നുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ പറിക്കുക. അപ്പോൾ അച്ചാച്ചൻ കണ്ണൻ്റെ കാറ് പുറത്തേക്ക് ഇറക്കുകയാണ്. മുറ്റത്ത് കട്ടിട്ടുകൊണ്ട് തന്നെ അവന് കാറാണെങ്കിൽ സൈക്കിളാണെങ്കിലും ഓടിച്ചെടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പം ഈ ഒരു വണ്ടി പതുക്കെ ഇറക്കുകയാണ്. ഇത് കണ്ണൻ്റെ 1ാം പിറന്നാളിന് ഞാൻ മേടിച്ചു കൊടുത്തതായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് കണ്ണൻ അത് യൂസ്ഫുൾ ആവണ ഒരു സമയം വരുന്നത്. കണ്ണെങ്ങോട്ട് പോണേ? അപ്പോൾ കണ്ണൻ അവിടെ കാർ ഓടിക്കുന്ന സമയത്ത് ഇവിടെ ഏടത്തിയമ്മയും അമ്മയും കൂടെ ചെടീൻ്റെ പരിപാടിയിലാണ്. അമ്മ എന്തോ കുറച്ച് സൂര്യകാന്തിൻ്റെ വിത്തൊക്കെയാണ് നടുന്നത്. അതുപോലെ തന്നെ കുറച്ച് പുല്ലുണ്ടായിരുന്നതൊക്കെ പറിക്കണം. പിന്നെ ഉണങ്ങി നിൽക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ വെട്ടുകയാണ്. അങ്ങനെ ഓരോരോ ചെടി പരിപാടിയിലാണ് കേട്ടോ അമ്മ. അപ്പോൾ ഇത് ഒരു 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഈ ക്ലിപ്പ് ഞാൻ വേറൊരു ദിവസം എടുത്തതായിരുന്നു. അപ്പോൾ അതെ കുറേ ചെടികളൊക്കെ അതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ നന്നാക്കുകയാണ് അമ്മ. ദേ കണ്ണ് അതാ റോട്ടിലേക്ക് വണ്ടി ആദ്യമായിട്ട് ഇറക്കുകയാണ് കേട്ടോ. അമ്മേൻ്റെ കൃഷിപ്പണി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അച്ചാച്ചനാണ് കേട്ടോ കൃഷിപ്പണിയിൽ. ഇവിടെ കുറേ മല്ലികത്തൈ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ മല്ലികത്തൈൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ, അതായത് തിങ്ങി നിൽക്കണേ കൊണ്ട് ഇത് പൂവിടുന്നില്ല. അപ്പോൾ ഇടയിലുള്ള കുഞ്ഞു കുഞ്ഞ് വലുതാവാത്തതൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോ പണിയിലാണ്. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഇതേപോലെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ പണിയൊക്കെ ചെയ്യൽ. ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത്. എന്നുവെച്ചാൽ അമ്മേൻ്റെ കൃഷി, ചെടി, അച്ചാച്ചയാണെന്നുണ്ടെങ്കിൽ പറമ്പിലെ കൃഷി, പിന്നെ അച്ചമ്മ, ഏടത്തിയമ്മ, കണ്ണൻ, അനിയൻ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തൊരുമിക്കുമ്പം നല്ല രസമാണ് കേട്ടോ. എന്താ പറയുക, അതിൻ്റെ ഒരു ഫീൽ അത് വേറെ തന്നെയാണ്. ശരിക്കും മാലാവിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും പലപ്പോഴും എനിക്ക് മിസ് ചെയ്യുന്നത് വീട്ടിൽ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അച്ചാച്ചൻ നിർത്തിപ്പോയി ചെടി മുറിക്കുന്നത്. അപ്പോൾ അതേ അമ്മ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞാനിതിവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.